ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീ സുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ? വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ചും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, തുലാൻ രാശിയുടെ അധിപനായ ഗ്രഹമാകുന്നു ശുക്രൻ. അധിപനായ ഗ്രഹം ശുക്രനാണ്. ഉച്ചസ്ഥനായി മീനൻ രാശിയിൽ നിൽക്കുന്നു. അത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഹോരാചാര്യർ പറഞ്ഞ ഫലം ഒന്ന് മാത്രമാണ്, അശത്രുഹു എന്നാണ്. ശത്രുക്കൾ ഉണ്ടാകില്ല. നാസ്തി ശത്രു യസ്യ സഹ. ആർക്കാണ് ശത്രു ഇല്ലാത്തത്? അതാകുന്നു അശത്രു. അവിടെ 6-ൽ വ്യാഴം വരുമ്പോൾ പല പ്രമാണ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ നശിപ്പിക്കുമെന്നാണ്. പക്ഷേ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് 6-ൽ ശുക്രൻ വരുമ്പോൾ വിപരീതമായ ഫലമാകുന്നു. ആരൊക്കെയാണ് തുലാൻ രാശിക്കാരെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. 6-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ സദാ ദാനവജ്ഞ സുധാസിത്ത ശത്രുഹു വ്യയ ശത്രുഗോച്ച ഉത്തമോത്തോ ഭവേദ. 6-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ സുധാസിക്ത ശത്രു, അമൃതിൽ കുളിച്ച ശത്രു തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത്ര പ്രബലമായ ശത്രു തനിക്കുണ്ടാകും. അത് വ്യക്തിപരമായാലും കർമ്മമേഖലയിലായാലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഈ ശത്രുദോഷം അങ്ങേയറ്റം ഒരു വ്യക്തിക്ക് നിലനിൽക്കുമെന്ന് സാരം. വ്യയ ശത്രുഗൗച്ച ഉത്തമോത്തോ ഭവേദം. ശത്രുവിനെ പോലെ തന്നെ അങ്ങേയറ്റം ചെലവും ഉണ്ടാകും. ധാരാളം അനാവശ്യമായ ചെലവുകളും വരും. ഈ സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ ഏറ്റവും അധികം കേൾക്കപ്പെടേണ്ടുന്ന സമയമാകുന്നു ഈ ശുക്രൻ്റെ സമയം. വിപദ്ധ്യേത സമ്പാദിതഞ്ചാപി കൃത്യം. താൻ സമ്പാദിച്ച പല കൃത്യങ്ങളും കർമ്മങ്ങൾക്കും ഒക്കെ തന്നെ നാശമുണ്ടാകും. തപേൻ മന്ത്രത പൂജ്യ സൗഖ്യം ന ധത്തെ. താൻ അനുഷ്ഠിച്ച ഉപാസനകൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. പൂജ്യ സൗഖ്യം, താൻ ബഹുമാനിക്കേണ്ട ആളുകൾ തന്നെ എന്തു ചെയ്യും? തന്നെ അനുഗ്രഹിക്കില്ല. അതിനാൽ താൻ അങ്ങേയറ്റം ഗുരുജനങ്ങളായി കണക്കാക്കപ്പെടുന്ന ആളുകളൊക്കെ തന്നെ തനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സമയമാണിതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. 6-ലെ ശുക്രൻ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും. നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ ശത്രുസംഹാര കുഴി ചെയ്യുക. ദേഹവിഷയത്തിൽ പാൻക്രിയാറ്റിക് അല്ലെങ്കിൽ ഷുഗർ ഇതുമായി ബന്ധപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഡയാലിസിസ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. അതിന് രോഗത്തിൻ്റെ മൂർധന്യത വരുന്ന സമയമാണ് ഈ വരുന്ന
മേൽപ്പറഞ്ഞ 25 ദിവസങ്ങളെന്ന് അറിയുക. പ്രത്യേകിച്ച് ശുക്രൻ 6, 8, 12 ഭാവങ്ങളിൽ വരുമ്പോൾ സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഭരണി നക്ഷത്രമാണ്. അദ്ദേഹത്തിന് ഇന്ന് ഏറ്റവും അധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. അദ്ദേഹം മേടം രാശിയായി 12ലാണ് ശുക്രൻ നിൽക്കുന്നത്. ഭാര്യയുമായി പിരിയുക, ഭാര്യാവിരഹം ഉണ്ടാവുക, ഭാര്യ അങ്ങേയറ്റം തന്നെ ശത്രുവായി മാറുന്ന സമയമാണ്. ദേഹസംബന്ധമായ ദോഷം വരാൻ നാളികേരം കൊണ്ട് ദേഹമുട്ടി ചെയ്യുക ഗണപതിക്ക്. അപ്രകാരം എല്ലാ വെള്ളിയാഴ്ചകളും ഗണപതിക്ക് ഒരു നാളികേരം അടിക്കുന്നത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ പര്യാപ്തമായിരിക്കും. തുലാൻ രാശിക്കാർക്ക് എന്നറിയുക. നന്ദി, നമസ്തേ.